സുനിൽ ചെറിയകുടി എഴുതിയ വാത്സല്യം എന്ന ചെറുകഥയാണ് ഇന്ന് വായിക്കുന്നത്. കോതമംഗലം സ്വദേശിയും പ്രവാസിയുമായ സുനിൽ ചെറിയകുടിയുടെ 2 ചെറുകഥാ സമാഹാരങ്ങളാണ് ലാസ്റ്റ് സ്റ്റേഷൻ, ഹോം സ്റ്റേ. ഇതിൽ ലാസ്റ്റ് സ്റ്റേഷൻ എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നും എടുത്ത കഥയാണ് വാത്സല്യം. സുനിൽ ചെറിയകുടിയുടെ വാത്സല്യം എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലയും ഇക്ബാൽ. കഥ വാത്സല്യം. ആശുപത്രിയുടെ 3ാം നിലയിലുള്ള കുട്ടികളുടെ വാർഡിലെ ഐസൊലേഷൻ റൂമിലെ ജാലകത്തിനോട് ചേർത്തിട്ടിരിക്കുന്ന ബെഡിൽ ഉയർത്തിവെച്ചിരിക്കുന്ന തലയിണകളിൽ ചാരിക്കിടന്നുകൊണ്ട് അയാൾ പുറത്തേക്ക് നോക്കി. രാത്രി മുഴുവനും തോരാതെ പെയ്ത മഴ ശമിച്ചിരിക്കുന്നു. പക്ഷേ ആകാശം ഇപ്പോഴും ഭാഗികമായി മൂടിക്കെട്ടിയിരിക്കുന്നു. സമുദ്രത്തിൻ്റെ തെക്കുകിഴക്ക് വശത്തെ ഉയർന്ന കുന്നിൻനിരകളുടെ മടക്കുകളിൽ കാർമേഘങ്ങളുടെ ചലനങ്ങൾക്കനുസരിച്ച് നിഴലും വെളിച്ചവും ഒളിച്ചു കളിക്കുന്നു. ചെമ്മൺ പാതകളെ ഓർമ്മിപ്പിച്ച് കുന്നുകളുടെ നെറുകയിലേക്ക് കയറിപ്പോകുന്ന ഫയർ ബ്രേക്കുകളും എതിർവശത്തെ കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിൽ ഉയർന്നു നിൽക്കുന്ന പുകക്കുഴലിൽ ഇരുന്ന് കരയുന്ന കടൽക്കാക്കയും അയാളിൽ പുതുമയുള്ള കൗതുകമുണർത്തി. മറ്റൊരു സന്ദർഭത്തിലായിരുന്നെങ്കിൽ ഇത്തരം കാഴ്ചകൾ അയാളെ ഒട്ടും ആകർഷിക്കുമായിരുന്നില്ല. ആശുപത്രി മുറിക്കുള്ളിലെ മടുപ്പിക്കുന്ന നിമിഷങ്ങളിൽ മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാവണം മുന്നിൽ കണ്ട കാഴ്ചകളെ അയാൾ കൗതുകപൂർവ്വം വീക്ഷിച്ചത്. ചിന്തകളിൽ അലയുന്ന ശീലമില്ലാതിരുന്നിട്ടുകൂടി വ്യത്യസ്തമായ കാഴ്ചകളും അവയുടെ ചലനാത്മകതയും അപ്പോൾ ഒരു ദാർശനികനെ പോലെ ചിന്തിക്കാൻ അയാളെ പ്രേരിപ്പിച്ചു. മകളുടെ ശബ്ദം മടക്കി വിളിക്കുന്നതുവരെ ദൃഷ്ടികളെയും അവയെ പിന്തുടരുന്ന മനസ്സിനെയും അയാൾ അലയാൻ വിട്ടു. നിച്ച് വീട്ടിൽ പോണച്ചാ. കണ്ടുകൊണ്ടിരുന്ന കാർട്ടൂണിൽ നിന്ന് നോട്ടം അയാളിലേക്ക് മാറ്റി മകൾ പറഞ്ഞു. തോളറ്റം വരെ വളർന്ന ഇടതൂർന്ന മുടി ചീകാതെ ജട പിടിച്ച് കോലം കെട്ടിരിക്കുന്നു. വലിയ മിഴികളിലെ തിളക്കവും പാടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഹൃദയം പിടയുന്ന വേദനയോടെ അയാൾ മകളെ നോക്കി. ഒറ്റ രാത്രി കൊണ്ട് അവൾ ഒരുപാട് മാറിപ്പോയതുപോലെ അയാൾക്ക് തോന്നി. പോകാം, ഡോക്ടർ വരട്ടെ, അയാൾ വാത്സല്യത്തോടെ പറഞ്ഞു. തലേന്ന് അർദ്ധരാത്രിക്ക് ശേഷം കടുത്ത പനിയും ശ്വാസതടസ്സവുമായിട്ടാണ് മകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പകർച്ചപ്പനിയായതുകൊണ്ടാകാം ഐസൊലേഷനിലാണ് കുട്ടിയെ കിടത്തിയത്. മെഡിക്കൽ ഉപകരണങ്ങളുടെ വിചിത്ര രൂപങ്ങളും ഐസൊലേഷൻ മുറിയുടെ മൂകമായ അന്തരീക്ഷവും കുഞ്ഞു മനസ്സിന് പൊരുത്തപ്പെടാവുന്നതിനും അപ്പുറമായിരുന്നു. ശീലമില്ലാത്ത ചുറ്റുപാടുകൾ കുട്ടിയെ അസ്വസ്ഥയാക്കിയിരിക്കുന്നു. ഇഷ്ടമുള്ള കാർട്ടൂണുകൾ പോലും അവളെ രസിപ്പിക്കുന്നില്ല. ഡോക്ടർ എന്താ വരാത്ത അച്ഛാ? എനിക്കിവിടെ ഇഷ്ടമില്ല. എനിക്ക് അമ്മയുടെയും അച്ഛൻ്റെ അടുത്ത് പോകണം, അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. അയാൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മകളുടെ ബെഡിൽ അവളുടെ അരികിലിരുന്നു. പിന്നെ വാത്സല്യത്തോടെയും അലിവോടെയും പറഞ്ഞു, പോകാലോ മുത്തേ, പക്ഷേ അസുഖം മാറണ്ടേ? പച്ച ബാബു മാറിയില്ലോ അച്ഛാ. ആര് പറഞ്ഞു മാറിയെന്ന്? ദേ തൊട്ട് നോക്കിക്കേ, ഇപ്പൊ പനിയില്ലാലോ, കുട്ടി നെഞ്ച് കൈവച്ച് നിഷ്കളങ്കതയോടെ പറഞ്ഞു. ആണോ? അച്ഛ ഒന്ന് തൊട്ട് നോക്കട്ടെ. അയാൾ മകളുടെ നെറ്റിയിലും നെഞ്ചിലും കൈവച്ചു. ഉണ്ടല്ലോ രുക്കു, ഇപ്പോഴും കുറച്ച് പനിയുണ്ടല്ലോ. ഉവ്വോ. മകളുടെ മുഖം മ്ലാനമായത് ശ്രദ്ധിച്ച് അയാൾ കൈവിരലുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു പറഞ്ഞു. ഇച്ചിരി, ഒരു ഉറുമ്പിൻ്റെ അത്ര. ഹോസ്പിറ്റൽ കിച്ചണിൽ നിന്ന് കൊണ്ടുവന്ന പ്ലാസ്റ്റിക് ട്രേയിലെ ആഹാരം തൊടാതെ കൊണ്ടുവന്ന പരുവത്തിൽ സൈഡ് ടേബിളിൽ തന്നെ ഇരുന്നത് അയാൾ ബെഡിൽ മകളുടെ അടുത്തേക്ക് എടുത്തു വെച്ചു. ടോസ്റ്റഡ് സാൻഡ്വിച്ചും സിറപ്പിലിട്ട ആപ്രിക്കോട്ടും സ്ട്രോബെറി ഫ്ലേവേർഡ് യോഗേർട്ടും ചൂണ്ടി അയാൾ പറഞ്ഞു. നോക്കൂ രുക്കു, രാവിലെ കൊണ്ടുവന്ന പാൽ തൊട്ടതേയില്ല. ബ്രെഡിൽ പുരട്ടാൻ തന്ന ബട്ടർ അതുപോലെ തന്നെ അപ്പുറത്തിരിക്കുന്നു. ദാ ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതും. ഒന്നും കഴിക്കാഞ്ഞാൽ അസുഖം മാറില്ല. അസുഖം മാറാഞ്ഞാൽ വീട്ടിൽ പോകാനും പറ്റില്ല. സംസാരത്തെ കുറച്ച് നാടകീയതയും കൃത്രിമമായ പരിഭവവും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അയാൾ പറഞ്ഞത്. എനിക്ക് വിശക്കണില്ല അച്ഛാ. അതു പറ്റില്ല, ഇനിയും കഴിക്കാഞ്ഞാൽ അച്ഛ പിണങ്ങും, അയാൾ പറഞ്ഞു. പിണങ്ങല്ല അച്ഛാ, രുക്കു പാവല്ലേ, മകൾ സങ്കടപ്പെട്ടു. ശരി, പിണങ്ങേണ്ടെങ്കിൽ ഇതെല്ലാം കഴിക്കണം. ഇത് മുഴുവനും കഴിച്ചാൽ ഈ കുഞ്ഞു പനി പമ്പ കിടക്കും. പിന്നെ നമുക്ക് വീട്ടിൽ പോകാം. അയാൾ ഒരു കെണി വെച്ച് കുഞ്ഞു കവിളി മൃദുവായി ഒരു മുത്തം കൊടുത്തു. മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന ട്രെയിലെ ആഹാരത്തിലേക്ക് കുട്ടി ഒന്ന് എത്തി നോക്കി. സിറപ്പിലിട്ട ഫ്രൂട്ട്സ് എനിക്ക് ഇഷ്ടമില്ല അച്ഛാ, മകൾ തല വെട്ടിച്ചുകൊണ്ട് ആദ്യമേ മൊഴിഞ്ഞു.
എന്നാ സാൻഡ്വിച്ച് തിന്നാം, പിന്നെ ഇത്തിരി യോഗട്ടും, അയാൾ നിർദ്ദേശിച്ചു. മകൾ മനസ്സില്ല മനസ്സോടെ മൂളി. സാൻഡ്വിച്ചിനെ നോവിക്കാതെ അരികിൽ നിന്ന് അല്പാൽപമായി കടിച്ചെടുത്ത് ചവച്ചിറക്കുന്ന മകളെ വെറുതെ നോക്കിക്കൊണ്ട് അയാൾ അരികിലിരുന്നു. ഭക്ഷണത്തിൻ്റെ രുചി ആസ്വദിക്കാതെയുള്ള വെറുമൊരു ചടങ്ങാണ് ആ പ്രക്രിയയെന്ന് അയാൾക്ക് മനസ്സിലായി. ഭക്ഷണത്തോടുള്ള മകളുടെ വിരക്തി അയാൾക്കും ഭാര്യയ്ക്കും കുറച്ചു നാളുകളായി വലിയ വിഷമത്തിന് ഹേതുവാണെന്ന കാര്യം അയാൾ ഓർത്തു. കുട്ടികൾ രണ്ടാണ് അയാൾക്ക്. ആദ്യത്തെ കുട്ടിയാണ് രുക്കു എന്ന് വിളിക്കുന്ന 5 വയസ്സുള്ള രുക്മിണി. ഇളയ കുഞ്ഞിന് 6 മാസം മാത്രമേ ആയിട്ടുള്ളൂ. കൂനിന്മേൽ കുരു എന്ന പോലെ ആ കുഞ്ഞിന് ചിക്കൻ പോക്സും പിടിപെട്ടിരിക്കുന്നു. കുഞ്ഞിൻ്റെ കാര്യങ്ങളുമായി വീട്ടിൽ തന്നെ തളച്ചിട്ട അവസ്ഥയിലാണ് ഭാര്യ. അമ്മയെ കാണാൻ കഴിയാത്തതാണ് മകളുടെ അസ്വസ്ഥതയുടെ പ്രധാന കാരണമെന്ന് അയാൾക്ക് നന്നായി അറിയാം. 5 വർഷങ്ങൾക്ക് മുമ്പ് മകൾ ജനിച്ച ആ ദിവസം അയാളുടെ മനസ്സിലേക്ക് ഒരിക്കൽ കൂടി ഓടിയെത്തി. അമ്മയുടെ ഉദരത്തിൽ നിന്ന് മകളെ പുറത്തെടുത്ത് കാണിച്ച ധന്യ നിമിഷത്തിൻ്റെ ഓർമ്മയിൽ നിർവൃതിയുടെ ഒരു കുളിർക്കാറ്റ് അയാളെ തഴുകി കടന്നുപോയി. പച്ചമാംസത്തെ കീറിമുറിക്കുന്ന ഭീകരമായൊരു രംഗം നേരിട്ട് കണ്ട നടുക്കത്തിൽ നിന്ന് ലേ എന്ന നിലവിളി അപ്പോൾ അയാൾക്ക് പെട്ടെന്നൊരു വിടുതൽ നൽകിയിരുന്നു. താനെന്ന വൃക്ഷത്തിൽ നിന്നും മുള പൊട്ടിയ പുതിയ ശാഖയുടെ മുഖത്തേക്ക് അയാൾ അതീവ വാത്സല്യത്തോടെ നോക്കി. നനഞ്ഞ ഒരു പക്ഷിക്കുഞ്ഞ്. തൊള്ള കീറിയുള്ള കരച്ചിലിനിടയിൽ പക്ഷിക്കുഞ്ഞിൻ്റെ മുഖം തിയേറ്ററിലെ നേഴ്സ് അടുത്തു കാണിച്ചു. ഇടതൂർന്ന കറുത്ത മുടിയും വലിയ കണ്ണുകളും. ആദ്യ നോട്ടത്തിൽ തന്നെ അവൾക്ക് ഭാര്യയുടെ മുഖച്ഛായയാണെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷേ ഒറ്റക്കവളിലെ നുണക്കുഴി? അയാൾ അഭിമാനത്തോടെ ശ്മശ്രുക്കൾ വളർന്നു തുടങ്ങിയ സ്വന്തം കവളിൽ തടവി നോക്കി. 2400. നേഴ്സ് തൂക്കം പറയുമ്പോൾ അച്ഛൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിൻ്റെ സുഖസ്മൃതിയിലായിരുന്നു അയാൾ. ഭാര്യയുടെ പിളർന്ന വയർ തുന്നിക്കൂട്ടുന്ന കാഴ്ചയിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ചു കഴിഞ്ഞിരുന്നു അയാൾ. അത്തരം കാഴ്ചകൾ അയാളെപ്പോലെ ഒരാൾക്ക് താങ്ങാൻ കഴിയുമായിരുന്നില്ല. മയങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ വിളറിയ മുഖത്തേക്ക് നോക്കി അയാൾ പ്രേമപൂർവ്വം മനസ്സിൽ പിറുപിറുത്തു. നന്ദി, ഈ പുരുഷായുസിനെ ധന്യമാക്കിയതിൽ. പ്രിയതമയുടെ ഇടത് കൺകോണിലൂടെ പൊടിഞ്ഞിറങ്ങിയ നീർക്കണം ചൂണ്ടുവിരൽ കൊണ്ട് തുടച്ചുമാറ്റി നെറ്റിയിൽ സ്നേഹത്തോടെ ചുംബിച്ചു. മാതൃത്വം എന്ന വാക്കിൻ്റെ ആഴമേറിയ അർത്ഥം ഒഴുകാൻ വെമ്പി നിന്ന ആ നീർക്കണം വിസ്തരിച്ചു വിവരിക്കുന്നതായി അയാൾക്ക് തോന്നി. കൺമുമ്പിൽ കണ്ട ത്യാഗത്തിൻ്റെ വലിപ്പം ഇഷ്ടത്തെ ഒന്നുകൂടി പുഷ്ടിപ്പെടുത്തിയിട്ടെന്ന പോലെ അയാൾ ഭാര്യയുടെ തലമുടി ചുരുളുകൾക്കുള്ളിലൂടെ പ്രേമപൂർവ്വം വിരലോടിച്ചുകൊണ്ടിരുന്നു. പാതി തിന്ന സാൻഡ്വിച്ചിലേക്ക് നോക്കി മകൾ പറഞ്ഞു. നിച്ച് മതി അച്ഛാ, വയറുവേദനിക്കണു. അത് നുണ, രുക്കു ഒട്ടും തിന്നില്ലല്ലോ വയറുവേദനിക്കാൻ. വയറു നിറഞ്ഞ അച്ഛാ, നിച്ചിന് തിന്നാൻ പറ്റൂല. എന്നാൽ ഈ യോഗട്ട് കൂടി കഴിച്ചു നിർത്താം. വൈമനസ്യത്തോടു കൂടിയുള്ള മൂളൽ. ഒരു സ്പൂൺ പോലും കഴിക്കുന്നതിന് മുമ്പേ അവൾ പറഞ്ഞു. നിച്ച് ഈ യോഗട്ട് ഇഷ്ടമില്ല. പിന്നെ എന്താണ് രുക്കുവിന് ഇഷ്ടം? അച്ഛൻ കൂട്ടില്ല. അയാൾ വീണ്ടും പിണക്കം ഭാവിച്ചു. നിച്ച് ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടാ. അത് അച്ഛൻ പിന്നെ വാങ്ങിത്തരാം, ഇപ്പോൾ ഇത് കഴിക്കാം. അയാളുടെ പ്രലോഭനങ്ങളിലും പരിഭവങ്ങളിലും മയപ്പെട്ട് മകൾ കുറച്ചുകൂടി കഴിച്ചു. പാതി തിന്ന സാൻഡ്വിച്ചും പൂർത്തിയാക്കാത്ത യോഗട്ടും ട്രേയിലേക്ക് തിരികെ വെച്ച് നിവരുമ്പോൾ വാതിലിൽ മുട്ടി വിളിച്ച നേഴ്സ് അകത്തേക്ക് വന്നു. പരിശോധനകൾക്ക് ശേഷം അവർ പറഞ്ഞു. ഹാർട്ട് ബീറ്റും ഓക്സിജൻ ലെവലും വളരെ പുരോഗമിച്ചു കഴിഞ്ഞു. ഇൻഹേലറിൻ്റെ ഉപയോഗം 2 മണിക്കൂറിൽ നിന്ന് 3 മണിക്കൂറിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. ഡോക്ടർ ഉച്ച കഴിഞ്ഞേ വരികയുള്ളൂ. പുറത്ത് മഴ പിന്നെയും തുടങ്ങി. കുന്നിൻ മുകളിലെ നിഴൽക്കൂത്ത് അവസാനിച്ചു കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ വന്നു. ശ്വാസകോശത്തിൻ്റെ ചുരുക്കത്തിൽ കാര്യമായ വ്യത്യാസമുണ്ടെന്ന് അവർ പറഞ്ഞു. പക്ഷേ കുട്ടിയുടെ തൂക്കത്തിൻ്റെ കാര്യത്തിൽ അവർക്കുള്ള സന്ദേഹം പറയുകയും രക്തപരിശോധന വേണമെന്ന് കൂടെയുള്ള നേഴ്സിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. കുട്ടിയുടെ ഭക്ഷണക്രമത്തിൽ കൃത്യമായ പ്ലാൻ തയ്യാറാക്കുന്നതിന് ഡയറ്റീഷ്യനെയും അവർ തന്നെ റഫർ ചെയ്തു. ഡോക്ടർ പോയി കഴിഞ്ഞപ്പോൾ മകൾ പിന്നെയും ചോദിച്ചു. എപ്പോഴാ വീട്ടിൽ പോകുന്ന അച്ഛാ? നാളെ രാവിലെ. അപ്പോഴേക്ക് രുക്കുവിൻ്റെ അസുഖം മാറും. നിച്ച് അമ്മേനെ കാണണം. അവൾ വാശി പിടിച്ച് ചിണുങ്ങാൻ തുടങ്ങി. അച്ചുവിന് ചിക്കൻ ബോക്സ് അല്ലേ രുക്കു, അതല്ലേ അമ്മ വരാത്തത്? നാളെ രാവിലെ രുക്കുവിന് പോകാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. രാവിലെ തന്നെ പോകാട്ടോ. അയാൾ കുട്ടിയെ ആശ്വസിപ്പിച്ചു. നിച്ചിവിടെ ഇഷ്ടമല്ല അച്ഛാ. അയാളുടെ മനമലിഞ്ഞു. എങ്കിലും ഒരു ഉപായം കണ്ടെത്തേണ്ടതുണ്ട്. അച്ഛ മൗഗ്ലിയുടെ കാർട്ടൂൺ വെച്ച് തരട്ടെ മുത്തിനെ? നിച്ച് ഇഷ്ടമില്ല കാർട്ടൂൺ. നിച്ച് ഷിർക്കാനെ പേടിയാ.
എന്നാ അച്ഛ ഒരു കഥ പറയാം. സ്വർണ്ണത്തലമുടിയുള്ള സുന്ദരിയായ രാജകുമാരിയുടെ മകളുടെ മുഖം പെട്ടെന്ന് പ്രസന്നമായത് അയാൾ കണ്ടു. ഒപ്പം സ്വന്തം മുടിയിഴകൾ കയ്യിലെടുത്ത് നോക്കിക്കൊണ്ടുള്ള ചോദ്യം ഉള്ളിൽ ഒരങ്കലാപം സൃഷ്ടിച്ചു. എൻ്റെ മുടി എന്താ അച്ഛേ കറുപ്പ്? നിച്ച് സ്വർണ്ണത്തലമുടിയാ ഇഷ്ടം. പ്രസരിപ്പോടെയാണെങ്കിലും ഇച്ഛാഭംഗത്തിൻ്റെ സ്വരം തിരിച്ചറിയാൻ കഴിഞ്ഞു. ഒന്നു കുഴങ്ങിയെങ്കിലും അഭ്യാസിയുടെ തഴക്കത്തോടെ ആ വൈതരണിയെ വിദഗ്ധമായി തരണം ചെയ്ത് അയാൾ കഥയിലേക്ക് കടന്നു. പണ്ട് ഒരിടത്തൊരു മകൾ ഉറക്കത്തിലേക്ക് വീഴുന്നതുവരെയും കഥ പറച്ചിൽ തുടർന്നു. പിറ്റേ ദിവസം രാവിലത്തെ പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ ഡിസ്ചാർജ് എഴുതി. ഇൻഹേലറിൻ്റെ ഉപയോഗം 4 മണിക്കൂറിൽ നിന്ന് 3 മണിക്കൂറാക്കി ചുരുക്കി. അടുത്ത 4 ദിവസം കൂടി അത് തുടരേണ്ടതുണ്ട്. ഡയറ്റീഷ്യൻ ഓരോ നേരത്തും കഴിക്കേണ്ട ആഹാരത്തിൻ്റെ ഒരു പട്ടിക നേരത്തെ തയ്യാറാക്കി നൽകിയിരുന്നു. കൂടാതെ രാത്രിയിലെ ഭക്ഷണത്തിന് ശേഷം ഒരു ന്യൂട്രീഷൻ ഡ്രിങ്ക് കൂടി അവർ ശുപാർശ ചെയ്തു. അല്പസമയത്തിനുള്ളിൽ ചണസഞ്ചിയിൽ സാധനങ്ങളെല്ലാം പെറുക്കിവെച്ച് മകളെയും കൊണ്ട് അയാൾ റൂമിന് പുറത്തിറങ്ങി. നേഴ്സുമാരുടെ ഡ്യൂട്ടി റൂമിന് മുമ്പിലെത്തിയപ്പോൾ ഒരു നിമിഷം അവിടെ നിന്ന് പുഞ്ചിരിയോടെ 2 വാക്കിൽ എല്ലാവരോടും നന്ദി പറഞ്ഞു. കുട്ടിയെ നോക്കി എല്ലാവരും വാത്സല്യത്തോടെ ശീഘ്രസുഖവും യാത്രാമംഗളവും നേർന്നു. കുട്ടിയും യാത്ര പറഞ്ഞു. ഒപ്പം വീണ്ടും വരാമെന്നുള്ള അവളുടെ വാഗ്ദാനം അവരിൽ ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തി. അയാളും അവരോടൊപ്പം ചിരിയിൽ പങ്കുചേർന്നു. അടച്ചിട്ട കൂട്ടിൽ നിന്ന് തുറന്നുവിട്ട പക്ഷിയെപ്പോലെയായിരുന്നു കുട്ടി. പനി കൊണ്ടും ക്ഷീണം കൊണ്ടും തളർന്ന മിഴികളിൽ ഉത്സാഹത്തിൻ്റെ തിളക്കം വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് അയാൾ ശ്രദ്ധിച്ചു. അച്ഛൻ്റെ വിരൽത്തുമ്പിൽ തൂങ്ങി ഒരു പൂമ്പാറ്റയെപ്പോലെ അവൾ നീങ്ങി. 3 ദിവസം മുമ്പ് കടുത്ത പനിയും ശ്വാസതടസ്സവുമായി ആശുപത്രിയുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവരുമ്പോൾ മകൾ വാടിയ ഒരു ചേമ്പിൻ തണ്ട് പോലെയായിരുന്നു എന്നയാൾ ഓർത്തു. അവളിൽ നിറഞ്ഞിരിക്കുന്ന പുതിയ ഊർജം അയാളെയും ഏറെ സന്തോഷിപ്പിച്ചു. 3-ാം നിലയിൽ നിന്ന് താഴേക്ക് പോകുന്ന ലിഫ്റ്റിൽ കയറുമ്പോൾ മകളുടെ കവിളിലും ഉച്ചിയിലും അയാൾ കുസൃതി നിറഞ്ഞ അരുമയോടെ ചൊറിഞ്ഞു. അയാളുടെ വിരൽത്തുമ്പിൽ പിടിച്ചുകൊണ്ട് ഒരു മത്സ്യത്തെ പോലെ പിടഞ്ഞുകൊണ്ട് മകൾ കിളിങ്ങിച്ചിരിച്ചു. നിച്ചി കിളി കൂടണച്ചാ. ലിഫ്റ്റിൽ നിന്നിറങ്ങി ഔട്ട്ഡോറിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിനരികിലേക്ക് നടക്കുമ്പോൾ പ്രധാന കവാടത്തിന് അല്പം ദൂരത്തായി നിൽക്കുന്ന കൂറ്റൻ യൂക്കാലി മരം ശ്രദ്ധയിൽപ്പെട്ടു. പൊളിഞ്ഞടർന്ന നേർത്ത പുറന്തൊലിക്കുള്ളിൽ മിനുത്ത വെണ്മയോട് കൂടിയ തായ്തടി. അത് മറ്റേതോ ഇനത്തിൽപ്പെട്ട വൃക്ഷമാണെന്ന് ആദ്യം അയാൾ തെറ്റിദ്ധരിച്ചിരുന്നു. ചുവട്ടിൽ വീണുകിടക്കുന്ന ചുവപ്പും പച്ചയും കലർന്ന നീണ്ട നേർത്ത ഇലകൾ അയാളുടെ കുട്ടിത്തത്തെ ഉണർത്തി. കാറ്റിൽ പറന്നു വീണ ഇലകളിലൊന്ന് കുനിഞ്ഞെടുത്ത് വിരലുകൾക്കുള്ളിൽ തിരുമ്മി അയാൾ മണത്തു. സ്കൂളിലേക്കുള്ള വഴിയരികിൽ ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന യൂക്കാലിപ്സ് മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പെറുക്കിയെടുക്കുന്ന ഉണങ്ങാത്ത ഇലകൾ ഞെരടി മണപ്പിച്ചിരുന്ന ബാല്യത്തിൻ്റെ കുതൂഹലത്തോടെ തന്നെ. രുക്കുവിന് മണപ്പിക്കച്ചാ, അവൾ കൊഞ്ചി. അമ്പടി സൂത്രക്കാരി, നീ അത് ശ്രദ്ധിച്ചോ? വിരൽത്തുമ്പ് മകളുടെ മൂക്കിനടുത്ത് വെച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. നല്ല നാറ്റം. മൂക്കിലേക്ക് വലിച്ചെടുത്ത യൂക്കാലിയുടെ ഗന്ധം ആസ്വദിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അയാൾ ഉറക്കെ ചിരിച്ചു. നല്ല നാറ്റമല്ല രുക്കു, നല്ല മണം എന്ന് പറയണം. ഇംഗ്ലീഷും മലയാളവും കൂട്ടിക്കലർത്തിയാണ് മകൾ സംസാരിക്കുന്നത്. വർഷങ്ങളായി വിദേശ രാജ്യത്ത് ജീവിക്കുന്ന അയാളും ഭാര്യയും മകൾ ജനിച്ചപ്പോൾ എടുത്ത ആദ്യത്തെ തീരുമാനങ്ങളിലൊന്ന് കുട്ടിയെ മാതൃഭാഷ പഠിപ്പിക്കണമെന്നാണ്. ആ തീരുമാനത്തിൽ അഭിമാനിക്കാൻ അവർക്കിപ്പോൾ കാര്യമായ വകയുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ബീച്ചിനരികിലൂടെ വീട്ടിലേക്കുള്ള യാത്രയിൽ മകൾ കൊലയാളി തിമിംഗലങ്ങളെക്കുറിച്ച് അയാളോട് ചോദിച്ചു. അത്തരം തിമിംഗലങ്ങളെക്കുറിച്ച് അവളോട് പറഞ്ഞുകൊടുത്തത് അയാൾ തന്നെയാണ്. സമുദ്രത്തിൻ്റെ ആ ഭാഗത്ത് അപൂർവമായി അവ തിരണ്ടികളെ തേടി വരാറുണ്ട്. ചോദ്യോത്തരവേളയ്ക്കിടയിൽ എപ്പോഴോ മകൾ ക്ഷീണം കൊണ്ട് ഉറക്കത്തിലായി. സ്റ്റിയറിംഗ് വീലിൽ താളമിട്ട് അയാൾ വാഹനം ഓടിച്ചുകൊണ്ടിരുന്നു. എപ്പോഴോ റോഡിന് സമാന്തരമായി കുന്നിന് മുകളിലൂടെ നീണ്ടുപോകുന്ന റെയിൽപാതയിലൂടെ ഒരു കുട്ടി ട്രെയിൻ അതേ ദിശയിൽ തന്നെ ഓടി ഒരു തുരങ്കത്തിനുള്ളിലേക്ക് മറയുമ്പോൾ പിറകിലെ സീറ്റിൽ മയക്കത്തിൽ നിന്ന് പെട്ടെന്നുണർന്ന മകൾ ഉറക്കച്ചടവോടെ വലിയൊരു പരിഭവം പരാതിയായി പറയുന്നത് അയാൾ കേട്ടു. അമ്മ അച്ചുവിന് പാല് കൊടുക്കും, രുക്കുവിന് തരില്ല അച്ഛാ. വാഹനത്തിൻ്റെ പിൻകാഴ്ചകൾക്കുള്ള കണ്ണാടിയിലൂടെ അയാൾ മകളെ നോക്കി. സീറ്റിൽ തലവശത്തേക്ക് ചായ്ച്ച് അവൾ വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നത് അയാൾ കണ്ടു. അയാളുടെ മുഖത്തപ്പോൾ വിരിഞ്ഞ ചിരിയിൽ 5 വയസ്സിലും അനിയത്തിയോടൊപ്പം അമ്മിഞ്ഞയുണ്ട സ്വന്തം ബാല്യത്തിൻ്റെ ലജ്ജ കൂടി കലർന്നിരുന്നു. ഉപബോധ മനസ്സിൽ നിന്ന് വഴുതി വീണ വലിയ പരിഭവം ഭാര്യയ്ക്കുള്ള മകളുടെ നിവേദനമായി അയാൾ മനസ്സിൽ കരുതി.
ടണൽ കടന്ന ട്രെയിൻ വീണ്ടും കുന്നിൻ ചെരുവിൽ പ്രത്യക്ഷപ്പെട്ട് വാഹനത്തിന് സമാന്തരമായി ഓടാൻ തുടങ്ങി. ഒരിക്കൽ കൂടി അയാൾ പിൻസീറ്റിലേക്ക് നോക്കി. ഉറക്കത്തിൽ നൊട്ടി നുണയുന്ന ചുണ്ടുകൾ. തനിക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ അയാൾ അരുമയോടെ നീട്ടി വിളിച്ചു, അച്ചയുടെ മുത്തേ. സുനിൽ ചെറിയകുടി എഴുതിയ വാത്സല്യം എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.